ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. സോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം സെലിൻ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. സോ സെലിൻ്റെ മരണത്തിന് കാരണം ആ ഒരു മരണരീതി കാണുമ്പോൾ മനസ്സിലാവുന്നത് ബ്ലാക്ക് ഗ്യാങ്ങിത്തെ ആൾക്കാരാണ് അവളെ കൊന്നതെന്നുള്ള കാര്യം. അപ്പോൾ ബ്ലാക്ക് ഗ്യാങ്ങിത്തെ ഒരു പുതിയൊരു മെമ്പർ ആണല്ലോ നമ്മുടെ മാറ്റ്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവൾക്ക് നല്ല സങ്കടവും കാര്യങ്ങളും വരുന്നുണ്ട്. എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ നേരെ തന്നെ ആ ഒരു സെയിനാണെങ്കിൽ നമ്മുടെ മാറ്റിനെ നോക്കിയിട്ട് നീ ആ ഒരു ടീമിലുള്ളതല്ലേ എന്ന് വലിച്ച് അവനോട് എന്തൊക്കെയോ രീതിയിൽ സംസാരിച്ചിട്ട് അവനെ മാറ്റി നിർത്തിയിട്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം മാറ്റിന് ഈ കാര്യങ്ങളൊക്കെ മുന്നേ അറിയാവുന്നുള്ള രീതിയിൽ ഉറക്കനെ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. ഈ സെലിൻ്റെ മരണത്തിന് നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമോ കാര്യങ്ങളുണ്ടോ, നീ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ഗ്യാങ്ങത്തെ ഒരാളാണ് ഞാൻ, പക്ഷെ ഞാൻ ഈ സെലിൻ്റെ മരണവുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമോ കാര്യങ്ങളും ഇല്ല. സോ അത് വിചാരിച്ച് നീ എന്നെ സംശയിക്കരുത് എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ നല്ല ഇമോഷണലായിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. നീ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബ്ലാക്ക് ഗ്യാങ്ങിൽ ചേർന്നത്, നീ ആർക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഓരോ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ മാച്ച് ആണെങ്കിൽ നമ്മുടെ നിക്കിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആ ബോയിനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ അവൻ ഈ ഒരു ബ്ലാക്ക് ഗ്യാങ്ങിൽ ചേരാൻ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അവന് പ്രത്യേക തരം ഒരു പവറും കാര്യങ്ങളൊക്കെ വേണം, തൻ്റെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, തൻ്റെ ജീവിതത്തിനെക്കാട്ടി വലുത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവിതം എന്നുള്ള രീതിയിലൊക്കെ മാറ്റ് അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പവർ വേണ്ടത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് നിക്കും വന്നിട്ടുണ്ടായിരുന്നത്. നിക്കും ചോദിക്കുമ്പോൾ ഇവന് ആ ഒരു മറുപടി തന്നെയാണ് നിക്കിനോടും പറയുന്നത്. അപ്പോൾ നിക്കും ഭയങ്കര സ്വീറ്റ് എന്നുള്ള രീതിയിലൊക്കെ, കാരണം തൻ്റെ ജീവനെക്കാട്ടി തൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവന് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളായതുകൊണ്ടല്ലേ ആ ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടിയിട്ടും എന്ത് കാണിച്ചു കൂട്ടിയിട്ടാണെങ്കിലും ഒരു പേടിയില്ലാതെ ഇവിടെ വന്നിട്ട് ഇവരോട് ആ ഒരു ഗ്രൂപ്പിൽ ചേരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചത്. ആ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ഇവരിങ്ങനെ സംസാരിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. കാരണം നിക്കിക്ക് വരെ ഇതാണ്, കാരണം അത്രയും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അത്രയും ബോണ്ടായിട്ട് ഇവർ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, പക്ഷെ നിനക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്യാങ്ങിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മാറ്റ് ഇവിടെ നല്ല രീതിയിൽ തന്നെ അവളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് നല്ല ഇമോഷണലാണ്, അവൾക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഇവരൊരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ഇവരങ്ങനെ ഹഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്താണെങ്കിൽ പുറത്ത് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആരാണ് ഈ കാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു വാനിൻ്റെ അകത്ത് ആരാന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് ഇങ്ങനെ ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാച്ച് അവളോട് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ആരോ നമ്മളിവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളെല്ലാം ആരോ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അവരകത്തേക്ക് കയറി വരുന്നതിന് മുന്നേ ഞാൻ പുറത്തേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നീ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാക്കിയത്, പുറത്ത് ഒരുപാട് സൗണ്ടും കാര്യങ്ങളും കേൾക്കാം, പക്ഷെ നീ ഒരു സൗണ്ട് ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് മാറ്റി നിൽക്കുമ്പോൾ അവിടെ ഡേവിൽ ഗോഡ് വാരിയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അവനോട് പറയുന്നുണ്ടായിരുന്നു, നീയല്ലേ ആ ഒരു ബ്ലാക്ക് ഗ്യാങ്ങിൽ ജോയിനായിട്ടുള്ള പുതിയൊരു അതിഥി, സോ നീ എന്താണ് അവിടെ ചേർന്നത്, ഞങ്ങളും കാട്ടി നല്ല ശക്തിയും കാര്യങ്ങളൊക്കെ നിനക്കുള്ളതുകൊണ്ട് ഇനി അവർ ജയിക്കും എന്നുള്ളതുകൊണ്ടാണോ അതിൽ പോയി ചേർന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഫ്ലേർട്ട് ചെയ്തിട്ട് ഓരോ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവനെ അടിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഇവന് തിരിച്ചു അടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പേരായതുകൊണ്ട് നമ്മുടെ മാറ്റ് നല്ല രീതിയിൽ അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടെ പിന്നീട് അവരുടെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൂടി വരുന്നതോടെ നമുക്ക് മാറ്റിന് തീരെ അൺസഹിക്കബിൾ ആയിരുന്നു. സോ ഇതിന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളിരുന്ന് സെയിൻ കേൾക്കുന്നുണ്ടായിരുന്നു. സെയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായതുകൊണ്ട് തന്നെ അവൾ ചെവിയും കാര്യങ്ങളൊക്കെ പൊത്തിയിട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് എയ്സ് വന്നിട്ടുണ്ടായിരുന്നത്. എയ്സും ഇവരെങ്ങനെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഇവരോട് മാറിപ്പോകാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മാറ്റിനെ നമ്മുടെ എയ്സ് വന്ന് രക്ഷിക്കുന്നുണ്ടായിരുന്നു. സുപ്രീമ വന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് വേറെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. മാറ്റിന് കാട്ടിക്കൂട്ടിയിരുന്നതൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് മാറ്റിനെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു. സോ അവന് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിരിക്കാം. സോ ആ ഒരു സമയത്താണെങ്കിൽ ഈ വാനിൻ്റെ ഉള്ളിൽ നമ്മുടെ സെയിൻ ഉണ്ടെന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവൾ ഹഗ്ഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു ലബോറട്ടറിയാണ്. മേ ബി ഈ ലബോറട്ടറി ആയിരിക്കാം ആ സെയിനും കാര്യങ്ങളൊക്കെ ആ ടീംസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുള്ളത്. സോ ആ ലബോറട്ടറിയിൽ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഉണ്ട്. സോ ആ സമയത്തേക്ക് കുറച്ച് മുഖംമൂടിയും കാര്യങ്ങളൊക്കെ ധരിച്ച ആൾക്കാർ ഒരു ഗേളിൻ്റെ രൂപം അവിടെ കൊണ്ടു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡോക്ടർ ആണെങ്കിൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വിശകലനവും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നെക്സ്റ്റ് ബെഡിലാണെങ്കിൽ വേറൊരു ബോഡിയും കൊണ്ടു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു വിശകലനവും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു പെൺകുട്ടികളുടെയൊക്കെ തലയിലാണെങ്കിൽ ഓരോ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മേ ബി ഈ ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണ ഇത്രാമത്തെ പെൺകുട്ടി ആയിരിക്കും അല്ലെങ്കിൽ ഇത്രാമത്തെ ഒരു വ്യക്തി ആയിരിക്കാം എന്നുള്ള ആ ഒരു നമ്പർ കൗണ്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മാറ്റിനെയാണ്. മാറ്റിന് തീരെ വയ്യാതെ അവൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ ചുറ്റുമാണെങ്കിൽ ഇവർ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മാറ്റിനാണെങ്കിൽ ബോധവും കാര്യങ്ങളൊക്കെ വരാത്ത സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വേഗം തന്നെ നഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നഴ്സ് നോക്കിയിട്ട് അവന് കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ മേ ബി ഇവർ രണ്ടുപേരും
സംസാരിക്കുന്നത് കണ്ടിട്ടാണ് ഇവർക്കൊരു പ്രൈവസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളിലും സെലിൻ മരിച്ചതിൽ ഞാൻ അവരുടെ ഡ്രീമിലാണെങ്കിൽ കൂടെ എനിക്കൊരു രീതിയിലുള്ള പങ്കോ കാര്യങ്ങളോ ഇല്ല. പിന്നെ എനിക്കറിയാം നിനക്ക് വേറെ ഒരാളെ ഇഷ്ടമാണെന്നുള്ള കാര്യം, പക്ഷെ ഞാനല്ല അതെന്നുള്ളതും അറിയാം. പക്ഷെ നീ എനിക്കൊരു പ്രോമിസും കാര്യങ്ങളും തരണം. വേറൊരാൾ ആരാണെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നീ കരയരുത്, ആ ഒരു പ്രോമിസും കാര്യങ്ങളും നീ തരണം. നീ കരയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഹേർട്ട് ആവുന്നുണ്ട്. സോ നീ ഒരിക്കലും കരയരുത് എന്നുള്ള ഒരു പ്രോമിസും കാര്യങ്ങളൊക്കെ എനിക്ക് തരണം. എനിക്ക് അത്രമാത്രം അറിഞ്ഞാൽ മതി. നീ എന്തായാലും അയാളെ ഇഷ്ടപ്പെടുന്ന ഒരു സൂചനയും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ നീ ഫൈനലൈസ്, ഞാൻ എത്ര നിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നീ അയാളെ ചൂസ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഷുവർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ എനിക്ക് കണ്ടാൽ മതി. പക്ഷേ എനിക്ക് ഒറ്റ പ്രോമിസ് തരണം, നീ ഒരിക്കലും കരയരുത്. എനിക്ക് നീ കരയണത് കാണാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ മാറ്റ് അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ സെയിൻ ആണെങ്കിൽ അവനെ ചെറിയ രീതിയിൽ സംശയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അവനോട് സോറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോറി ഒന്നും പറയേണ്ടെന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ സെയിനെ അതുപോലെ തന്നെ എയ്സിനെ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെയിൻ ആണെങ്കിൽ എയ്സിനോട് താങ്ക് യു പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മാറ്റിനെ രക്ഷിച്ചതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നീ ഓക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ എയ്സ് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടുന്ന് എയ്സ് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എയ്സ് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു, മാറ്റ് എന്തായാലും ലക്കിയാണ്, നിന്നെപ്പോലെ ഒരു നല്ല ഫ്രണ്ടിനെ അവൾക്ക് അവന് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കൂടാതെ അവ ഇതും കൂടെ പറയുന്നുണ്ടായിരുന്നു, എനിക്കും നിന്നെപ്പോലെ ഒരു ഫ്രണ്ടിനെ വേണം എന്നുള്ള രീതിയിൽ, അവളെ തനിക്ക് വേണം എന്നുള്ള രീതിയിൽ അവനൊരു സൂചന നൽകിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എയ്സ് ആണെങ്കിൽ പിറ്റേ ദിവസം ആ സ്കൂളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാവം ചെക്കനായിട്ട് ഒരു ദുഷ്ടത്തരം കാട്ടി നടക്കുന്ന ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നല്ലോ. സോ അവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്യാരക്ടറിനെ കാണുമ്പോൾ മനസ്സിലാവും. സോ അവൻ വന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എത്രമാത്രം അവളെ സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് എത്രമാത്രം അതിന് പറ്റും. നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ അവളെ സംരക്ഷിക്കാൻ പറ്റുന്നത്. ഈ ഒരു പൊസിഷനും കാര്യങ്ങളും നിനക്ക് എന്തായാലും നഷ്ടപ്പെടും അവളിങ്ങനെ ഹെൽപ്പ് ചെയ്ത്. സോ അതിനുശേഷം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ കൂടാതെ റേസ് ആണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെന്നുള്ള സൂചനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ മാറ്റ് ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ പുഷപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ സെയിന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്ന സെയിൻ ആണെങ്കിൽ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണെങ്കിൽ കുറച്ച് ഗേൾസും കാര്യങ്ങളൊക്കെ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ ബിസിയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് നീ അപ്പോൾ അവൾ രീതിയിലുള്ള മറുപടി കാര്യങ്ങളോ വലിയ രീതിയിൽ കൊടുക്കുന്നില്ല. എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ അത്ര ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കഫറ്റീരിയയിൽ നിന്ന് ഫുഡും കാര്യങ്ങളും കുറച്ച് ലിസ്റ്റായി പറയുന്നുണ്ട്. സോ അതെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെയിന് അങ്ങനെ കൂടുതലായിട്ട് മറുപടിയോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ അവിടെ എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ ആ ഒരു സെക്രട്ടറി റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ സെയിന് വന്നിട്ട് ഓരോ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ 2 സെക്രട്ടറിമാർക്കും അതുപോലെ തന്നെ എയ്സിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അവളുടെ വർക്ക് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയം എയ്സ് അവളെ നോക്കിയിട്ട് ഇങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഫുഡാണ്, നീ കഴിക്കണം എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവിടെ ഇങ്ങനെ 2 സെക്രട്ടറിമാർ, ഒരു ടീച്ചർ ഒരു സെക്രട്ടറി ആണല്ലോ. സോ അവർ പറയുന്നത് ഇത്തിരി ഓവറാണ്, ഇതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം ഇത്രമാത്രം അവളെ കൺസേണിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളൂ, നിങ്ങൾ ഇതിന് വർത്താനം പറയേണ്ട എന്നുള്ള രീതിയിൽ എയ്സ് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ എയ്സ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എണീറ്റ് പോയിക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറയുമ്പോൾ എന്തെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എണീറ്റ് പോകാനല്ല പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് പറയുന്നുണ്ടായിരുന്നു ഇത് ഇത്തിരി ഓവറാണ്, ഇതൊന്നും സമ്മതിച്ച് തരാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് ഹൈപ്പ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് അബിന സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.